കേരളത്തിലെ ചെറുപ്പക്കാർ, ഇന്ത്യയിലെ ചെറുപ്പക്കാർ, ലോകത്തിലെ ചെറുപ്പക്കാർ അഭൂതപൂർവമായി നോക്കിക്കണ്ട ഒന്നാണ് 2022 അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വിജയം. ലയണൽ മെസ്സി എന്ന അധികായൻ അതിന് നേതൃത്വം നൽകുമ്പോഴും അത് ഒരാളുടെ വിജയമായിരുന്നില്ല. പ്രിയപ്പെട്ട KC അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ ഒരു ടീം വർക്ക് ആണെന്ന്. ഫൈനലിൽ ഫ്രാൻസിന്റെ ഇഞ്ചുറി ടൈമിൽ അവസാനത്തെ ഗോൾ എമി മാർട്ടിനസിന്റെ കാലിൽ തട്ടി തിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നുമായിരുന്നു. നിങ്ങൾക്കറിയാം, ഡി മരിയ ഉൾപ്പെടെയുള്ള ഏഞ്ചലുകൾ ആ ടീമിനെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ്. അത് ഫുട്ബോൾ ആരാധകർ മുഴുവൻ കാത്തിരുന്ന ഒരു വിജയമാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാത്തിരിക്കുന്ന ഒരു വിജയം 26 കോൺഗ്രസിന്റെ UDFന്റെ വിജയമാണ്. അതിന് ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജാണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത്. അതിനെ ഇൻ ഫുൾ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അതിനെ ഉൾക്കൊള്ളുന്നു. അതാണ് ഇന്നലെ KPCC പ്രസിഡന്റ്, നിയുക്ത പ്രസിഡന്റ് സൂചിപ്പിച്ചത്. ഇതൊരു പദവിയല്ല, ഇതൊരു ഉത്തരവാദിത്വമാണ് എന്നുള്ളതും ഇതൊരു ടീം ആയിരിക്കുമെന്നുള്ളതും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതിനെ അന്വർത്ഥമാക്കുമെന്നുള്ളത് പാർട്ടി പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ വേദനയോടെയാണ് ഇന്നലത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ സന്ദർശനം ഉണ്ടായത്. വിഷുവായിട്ട് വല്ലേട്ടങ്ങളോട് സൂചിപ്പിച്ചു. ഞങ്ങള് പത്തനംതിട്ടയിൽ പോയി. എം ജി കണ്ണൻ എന്ന പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും KC ഒക്കെ അദ്ദേഹത്തെ പറ്റി പോസ്റ്റ് ചെയ്തു. ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്ന് 42 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ അതേ പ്രായത്തിലുള്ള ഒരാളും 2 ദിവസം വിളിച്ചിട്ട് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ഒരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടു നിൽക്കേണ്ടി വരിക. 9ഉം 14ഉം വയസ്സ് മാത്രമുള്ള 2 മക്കളാണ്. 2 വയസ്സ് മുതൽ ആ ചെറിയ കുട്ടിയെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി 7 കൊല്ലം കൊണ്ടു നടന്നിട്ട് 9ാമത്തെ വയസ്സ് കഴിയും അതൊന്ന് മാറി എന്ന ആശ്വാസത്തിലേക്ക് ആ കുടുംബം വരുമ്പോഴത്തേക്കുമാണ് ഇന്നലെ നിശ്ചലമായ MG കണ്ണന്റെ മൃതദേഹം ആ കുടുംബം കാണുന്നതായിട്ട് വരുന്നത്. ഈ തിരുവനന്തപുരത്തെ രവിശങ്കർ, നമ്മുടെ കൊല്ലത്തെ സുധീർ ശാസ്താംകോട്ട്, ഇവിടെ ഇപ്പോ സ്ട്രോക്ക് ബാധിച്ച് ചികിത്സയിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന വിനോദ് കോട്ടുകാൽ, നമ്മുടെ പ്രകാശേട്ടനും സതീഷേട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ നാടിന്റെ ജനതയുടെ ആരോഗ്യം നോക്കാനുള്ള ഉത്തരവാദിത്വം ഒരു മഹാപ്രസ്ഥാനം. തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തകരുടെ ആരോഗ്യവും ജീവനും ജീവിതവും കൂടെ ഒരു കൺസേൺ ആയി മാറും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. നമ്മൾ ഒരുമിച്ച് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകൻ, അവൻ പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും കുടുംബത്തിന്റെ അംഗീകാരത്തിന്റെ പുറത്തും അവര് പറയുന്ന പരാതികളും പരിവട്ടങ്ങൾക്കും അപ്പുറത്ത് പോലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടുണ്ടാവില്ല, എന്നാലും പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളെ പാർട്ടി ഏൽപ്പിക്കുന്നത് എന്താണെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ആ പ്രവർത്തകന്റെ തല താഴരുത്, അവന്റെ മനസ്സുമടുക്കരുത്. അവന്റെ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർന്നു പറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അവനോടൊപ്പവും മുന്നിലും പിന്നിലും നടക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിയുന്നു.